ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക്. +2 സയൻസ് കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റാണ് ഇന്നത്തെ വീഡിയോ. 4 ലൈഫ് സയൻസ് കോഴ്സുകൾ BSc ഇൻ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ആൻഡ് ഫുഡ് ടെക്നോളജി. ഈ 4 കോഴ്സുകളുടെ യഥാർത്ഥ മുഖം എന്താണ്, ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്ഥിതി, അതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ സ്കോപ്പ് എന്താണ്, പ്ലേസ്മെൻറ്റുകളുടെ അവസ്ഥയ്ക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് ഫസ്റ്റ് കോഴ്സ് BSc ഇൻ ബയോടെക്നോളജി, അതിനെക്കുറിച്ചിട്ട് തന്നെ പറയാം. BSc ഇൻ ബയോടെക്നോളജി 3 കൊല്ലത്തെ കോഴ്സാണ്. നമുക്കറിയാം BSc ഇപ്പം അതിൻ്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് BTech ഇൻ ബയോടെക്നോളജി. 4 കൊല്ലത്തെ കോഴ്സാണ് വിത്ത് ഇൻറ്റേൺഷിപ്പ്, 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിട്ട് നിൽക്കുന്നുണ്ട്. MSc ഇൻ ബയോടെക്നോളജി കഴിഞ്ഞവരെക്കാൾ കൂടുതൽ ജോബ് പ്രിഫറൻസ് ജോബ് സെക്ടറിൽ BTech ഇൻ ബയോടെക്നോളജിക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. BSc ഇൻ ബയോടെക്നോളജി കഴിഞ്ഞവരുടെ ജോബ് സാധ്യതകൾ വളരെ കുറഞ്ഞതാണ്. MSc കംപ്ലീറ്റ് ആക്കാനും അതേപോലെ തന്നെ PhD കംപ്ലീറ്റ് ആക്കാനും അവർ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അവർക്ക് BSc കഴിഞ്ഞാൽ അലൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ നോക്കാവുന്നതാണ്. IVF ടെക്നോളജിയിലേക്കോ, എൻസൈമോളജി, അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ അതുപോലെയുള്ള ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി പോലെയുള്ള ഫീൽഡിലേക്കോ മാറാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു ഫീൽഡ് തന്നെയാണ് അവരുടെ ജോബ് പ്രിഫറൻസുകൾ വരുന്നത്. അല്ലെങ്കിൽ PhD എടുത്തതിന് ശേഷം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയുള്ള വർക്കുകൾ, എൻസൈം ഡെവലപ്മെൻറ്റ് അതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ക്യാൻസർ ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റെം സെൽ ടെക്നോളജി അതിലേക്കും പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാലും പ്രിഫറൻസ് കൂടുതലായിട്ട് വരുന്നത് BTech എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ്. BTech ഓർ MTech ഇൻ ബയോടെക്നോളജിക്ക് കൂടുതലായിട്ട് പ്രിഫറൻസ് വരുന്നുണ്ട്. രണ്ടിൻ്റെയും അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ വ്യത്യസ്തമാണ്. എഞ്ചിനീയറിംഗ് കോഴ്സ് തീർച്ചയായിട്ടും എൻട്രൻസിലൂടെ ഒക്കെയാണ് പോകുന്നത്. BSc ഇൻ ബയോടെക്നോളജി വളരെ കുറഞ്ഞ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. MSc എടുക്കുകയാണെങ്കിൽ എപ്പോഴും പുറത്തായിരിക്കും. ഫീസ് സ്ട്രക്ചറിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. സോ MSc എടുക്കുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺസെഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കോഴ്സാണ് BSc ഇൻ മൈക്രോബയോളജി. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈഫ് സയൻസ് കോഴ്സുകൾക്കിടയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കോഴ്സാണ് BSc ഇൻ മൈക്രോബയോളജി. അതിൻ്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് BSc ഇൻ മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കൽ മൈക്രോബയോളജിക്കാർക്ക് എപ്പോഴും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതായിട്ട് നമുക്ക് ജോബ് സെക്ടറിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. സോ BSc കഴിഞ്ഞ് MSc എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് MSc ഇൻ മെഡിക്കൽ മൈക്രോബയോളജി ആയിരിക്കും. സോ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരുപാട് ഫീൽഡുകളുണ്ട്. മെയിനായിട്ടും ജോബ് സെക്ടർ ഹോസ്പിറ്റൽ തന്നെയാണ്. നിങ്ങൾക്ക് മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് ലബോറട്ടറീസിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BSc മാത്രം മതി നിങ്ങൾക്ക് ഗൾഫിലേക്ക് എക്സാമിനേഷൻ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതേപോലെ പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് 20,000 ഒരു 15,000 to 20,000 ആവറേജ് സാലറിയിൽ ഒരു പാക്കേജും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് സ്കില്ലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു റേഞ്ചിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, അതേപോലെ തന്നെ മറ്റു ഫീൽഡുകൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജിയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഫുഡ് ഇൻസ്പെക്ടർ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാം. MSc ഇൻ മൈക്രോബയോളജി, ഫുഡ് മൈക്രോബയോളജി എന്നുള്ള കോഴ്സ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. എൻസൈം ടെക്നോളജിയിലേക്ക് നിങ്ങൾക്ക് പോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോൾ, ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട് അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ആ ഒരു ഫീൽഡിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നതും അതേപോലെ തന്നെ അത്യാവശ്യം ജോബ് സാധ്യതയ്ക്ക് എപ്പോഴും ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അത് ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ജോബ് സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc ഇൻ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് BSc ഇൻ മെഡിക്കൽ മൈക്രോബയോളജി ഇപ്പോൾ നിലവിലുണ്ട്. സോ ആ കോഴ്സിനാണ് എപ്പോഴും പ്രിഫറൻസ് ലഭിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് BSc ഇൻ ബയോകെമിസ്ട്രിയിലേക്കാണ്. അപ്പോൾ ബയോകെമിസ്ട്രിയെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഞാൻ MSc ബയോകെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്, ജനറൽ ബയോകെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. സോ അപ്പം ജനറൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ആൾട്ടർനേറ്റീവ് കോഴ്സ് വരുന്നുണ്ട്. അത് മെഡിക്കൽ ബയോകെമിസ്ട്രിയാണ്. ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. മെഡിക്കൽ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കേരളത്തിലെ ഐ തിങ്ക് ഒരൊറ്റ കോളേജ് മാത്രമേ മെഡിക്കൽ ബയോകെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലുള്ളൂ. സോ ഐ തിങ്ക് ഐ ഓൾവേസ് സജസ്റ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്. മെഡിക്കൽ അലൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൾട്ടർനേറ്റീവ് കോഴ്സ് എന്ന് പറയുമ്പോൾ MLT
അതേപോലെ തന്നെ മൈക്രോബയോളജി, മറ്റു കോഴ്സാണ് മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ബയോകെമിസ്ട്രി. ഇതൊക്കെയും അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. MLT DMLT ഒക്കെ പോകുമ്പോഴും ബയോകെമിസ്ട്രി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ബയോകെമിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുന്നുണ്ട്. സോ ഏത് ഫീൽഡിലേക്കും നിങ്ങൾക്ക് പോകാം. സയൻസ്, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് എടുത്തോ, പ്ലസ് ടുവിൽ സയൻസ് എടുത്തോ എന്ന് പറയും പോലെ ബയോകെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടേറെ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. സോ ഇതിൽ കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി വരും, അതുപോലെ തന്നെ ഫുഡിൻ്റെ കോഴ്സുകൾ ചിലപ്പോൾ വരും. അങ്ങനെ പല ഫീൽഡുകളിലേക്കും നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജിയിലേക്ക് പോകാം, മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫുഡ് ഇൻസ്പെക്ടറോ അങ്ങനെയുള്ള PSC എക്സാമിനേഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. 6 മാസത്തെ PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം. ബയോകെമിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഒരു MLT ലെവലിലുള്ള ഒരു കോഴ്സ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു മെഡിക്കൽ ബയോകെമിസ്ട്രിയോ അല്ലെങ്കിൽ ജനറൽ ബയോകെമിസ്ട്രിയോ എടുക്കുന്നതായിരിക്കും. സോ അതിലൂടെ നിങ്ങൾക്ക് MLT എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു കോഴ്സ്, ആ ഒരു സെക്ടറിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ബട്ട് നമ്മളൊരു BSc കോഴ്സ് എടുത്താൽ, ഒരു MSc കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒട്ടേറെ ഫീൽഡുകളിലേക്ക് പോകാം. ഇനി ഒന്നുമില്ലെങ്കിൽ PhD എടുക്കാം, റിസർച്ച് ഫീൽഡുകളിലേക്ക്, പല രീതിയിലുള്ള റിസർച്ച് ഫീൽഡിലേക്ക് പോകാം. ക്വാളിറ്റി കൺട്രോൾ ഇൻ ഫുഡ്, അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, എൻസൈം ടെക്നോളജി, ബയോടെക്നോളജിയുടെ ഒട്ടുമിക്ക ഫീൽഡുകളിലേക്ക് നമുക്ക് പോകാം. പ്രിഫറൻസ് കുറവായിരിക്കും, ഓക്കെ, എന്നാലും നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കും പോകാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം ബയോകെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫിലേക്ക് സാധ്യതകളുണ്ട്. പ്രീമെട്രിക്, പോസ്റ്റ് മെട്രിക് എക്സാമുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാവുന്നതാണ്. BSc മാത്രമേ അവിടേക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ടുള്ളൂ. 2 year എക്സ്പീരിയൻസ് ആണ് പിന്നെ വേണ്ടത്. എക്സാമിനേഷൻ ക്രോസ് ചെയ്തിരിക്കണം. സോ ഇത്രയും ജോബ് സാധ്യതകളൊക്കെയും ഉള്ള കോഴ്സാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഇതിനെ വെല്ലുന്ന കോഴ്സുകൾ എന്ന് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ MLT DMLT ആണ് നമ്മുടെ നാട്ടിൽ വേണ്ടു. എന്നാൽ ഗൾഫിലൊക്കെ പോകാൻ BSc MLT തന്നെ വേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് ഒരു എപ്പോഴും അതിനെ ശത്രുവായിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന, ഫൈറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇനി നമ്മൾ ഫുഡ് ടെക്നോളജി ഫ്രീ ആണെങ്കിൽ നമുക്ക് ജോബ് വേണ്ടത് ഫുഡ് സെക്ടറിലാണെങ്കിൽ എപ്പോഴും അവിടെ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് അത് എഞ്ചിനീയറിംഗിലും വരുന്നുണ്ട്, BScയിലും വരുന്നുണ്ട്. സോ 2 കോഴ്സുകൾ എപ്പോഴും നമുക്ക് ഒരു പാരയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ജോബ് സെക്ടർ ക്വാളിറ്റി കൺട്രോളൊക്കെ പോവുകയാണെങ്കിൽ, IVFലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ബയോടെക്നോളജിക്കാരുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകാരുണ്ട്. സോ എപ്പോഴും ഒരു ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കോഴ്സാണ്. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ലാബ് ഫീൽഡാണ്. ബയോകെമിസ്ട്രി ലാബ് ടെക്നീഷ്യനായിട്ട് നമുക്ക് പോകാവുന്നതാണ്. സോ ഒരുപാട് ജോബ് സാധ്യതകളുണ്ട്. ബട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ 4മതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് BSc ഇൻ ഫുഡ് ടെക്നോളജിയാണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫുഡ് ടെക്നോളജിയുടെ ഒരു അവസ്ഥ. BSc ഇൻ ഫുഡ് ടെക്നോളജി ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ആദ്യം പറഞ്ഞ 3 കോഴ്സുകാർക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ഫീൽഡാണ് ഫുഡ് ടെക്നോളജി. ഇനി നമ്മൾ ഫീസ് സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജിക്കാരുടെ സെമിസ്റ്റർ ഫീസൊക്കെ കുറച്ച് എലവേറ്റഡ്, കുറച്ച് നല്ലൊരു ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. പെർ സെം 40,000 ഒക്കെയാണ് വരുന്നത്. എന്നാൽ 20-25,000 റുപ്പീസ് കൊടുത്ത് പഠിക്കുന്ന മറ്റ് 3 കോഴ്സുകളുണ്ടല്ലോ, അവർക്കും ഈ ഫീൽഡിലേക്ക് തന്നെ പോകുന്നതാണ്. ബട്ട് ബെറ്റർ പ്രിഫറൻസ് എപ്പോഴും ജോബ് സെക്ടറിൽ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് തന്നെയായിരിക്കും ഉണ്ടാകുക. എന്നാലും ഇവർക്കൊക്കെയും ഞാൻ ആദ്യം പറഞ്ഞ 3 കോഴ്സുകാർക്കും ഈ ഫുഡ് ടെക്നോളജിയിലേക്ക് പോകാവുന്നതാണ്. അവർക്ക് മറ്റു പല ഫീൽഡുകളിലേക്കും കൂടെ പോകാവുന്നതാണ്. എന്നതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു കോഴ്സുകളാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി BSc ഇൻ ഫുഡ് ടെക്നോളജിക്ക് പകരം BTech ഇൻ ഫുഡ് ടെക്നോളജിയും അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റി കൺട്രോൾ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട്. സോ BSc ഇൻ ഫുഡ് ടെക്നോളജിയേക്കാളും എനിക്ക് പ്രിഫർ ചെയ്യാവുന്നത് മറ്റു കോഴ്സുകളാണ്. അതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയുമാണ്. ബാക്കിയുള്ള കോഴ്സുകൾ ബയോടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, ജോബ് സാധ്യതകൾ വളരെ കുറഞ്ഞതാണ്. ഹോസ്പിറ്റലിലായാലും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ആയാലും ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. പഠിച്ചിറങ്ങിയവർ കൂടുതലായിട്ടും വെറുതെ ഇരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ ബയോകെമിസ്ട്രിയോ മൈക്രോബയോളജിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബിന് കയറാവുന്നതാണ്. ഫുഡ് ടെക്നോളജി എടുത്താലും നിങ്ങൾക്ക് നല്ലൊരു ജോബ് സാധ്യതകൾ ഗൾഫിൽ വിത്തിൻ 6 months തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാവുന്നതാണ്. ഗൾഫിൽ നിങ്ങൾക്ക് പിന്നെ കിച്ചൺ മാനേജറായിട്ടോ അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടറായിട്ടോ ക്വാളിറ്റി കൺട്രോളറായിട്ടോ ഒക്കെയും വർക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ PScക്ക് എഴുതുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, ന്യൂട്രീഷനിസ്റ്റ് അങ്ങനെയുള്ള പല തസ്തികകളിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ്. എത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ
അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അറിയാവുന്നവർക്കും ആ കമൻറ്റുകൾക്ക് റിപ്ലൈ നൽകാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ബയോകെമിസ്ട്രിയെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി തയ്യാറാണ്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എങ്ങനെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അറിയാത്തവർ നിങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു തല്ലിപ്പൊളി കോളേജിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് ഞങ്ങളോട് പറയുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളോട് കമൻറ്റും ഷെയറുമാണ് നമ്മളുടെ സപ്പോർട്ട്. സോ താങ്ക് യു, ബൈ.